ഇങ്ങനെ വൃത്തിയാക്കാം. ഇത് വാരപടിക്ക് ഒരു 3 വീഡിയോ എടുക്കാണ്ട്. പുറത്തൊന്നും ഒന്നുമില്ല, ഒക്കെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞത്. ഞാൻ എടുക്കാൻ വിചാരിച്ചിട്ടില്ലേന്നു. അല്ല, ആദ്യം കുറേ മുന്നേ ടീച്ചർ പറഞ്ഞാണ്, നിങ്ങൾ ഒരു യൂട്യൂബിലൊക്കെ നാളല്ലേ ഒരു വീഡിയോ, ഇത് ശരിക്കും കുട്ടികളെ അമ്മമാർക്കുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറവാണ് ടീച്ചറെ അങ്ങനത്തെ ഒക്കെ എടുക്കാൻ. ഞാനൊക്കെ സ്റ്റേജിൽ കയറാനും കൂടി കുറവ്. ഇനിയിപ്പോൾ ബാലവാടി ടീച്ചറായാലും ഇപ്പോൾ എന്തെല്ലാം പരിപാടിക്ക് ഞാൻ പോണേ, അങ്ങനെ പറ്റൂല, അങ്ങനത്തെ അവർ ഇച്ചിട്ടൊക്കെ പറഞ്ഞേന്നു. അപ്പോൾ ഞാന്ന് ഓടിയിട്ടതാണ്. ഈ 7-ാം തീയതി ഉള്ളതാണല്ലോ, ഇന്നൊക്കെ ഈ പരിപാടി ചെയ്യേണ്ടതാണ്. പക്ഷെ 6-ാം തീയതി ആണല്ലോ ഒരു വിവരം തരുന്നത്. സാധാരണ 6-ാം തീയതി തന്നാൽ മതി. കാരണം വെച്ചാൽ അവിടെ പോയി ഉണ്ടാക്കണം ബാലവാടിയിൽ. ഇപ്പോൾ കൊറോണ ആയ കാരണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ വീഡിയോ എടുക്കുക, നമ്മൾ എടുക്കണ സാധനത്തിൻ്റെ പേര് ഇത് എഴുതുക, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓല് എന്നിട്ട് ഉണ്ടാക്കി വെക്കണമല്ലോ. ഞാൻ ഇങ്ങനെ യൂട്യൂബിലെ വീഡിയോ പഠിച്ചോണ്ട് ഇങ്ങനെ ഇട്ടാൽ മതി ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ പറ്റൂല, ഓൽക്ക് ഉണ്ടാക്കി നോക്കണം. അപ്പം നിങ്ങൾ എഴുതിയിട്ടും വേണം വീഡിയോ എടുത്തുകൊണ്ട് കാണിച്ചു തരും, എന്നിട്ട് ഓൽക്ക് ഉണ്ടാക്കി വെക്കൂലേ. ഇപ്പം ഇത് 12-ാം തീയതി, നമ്മളാണെങ്കിൽ 19-ാം തീയതി കോട്ടയത്ത് പോകുകയും ചോദിക്കാം. 19-ാം തീയതി ഏതായാലും പോകണം. ഈ വേറെ വീട് കിട്ടിയില്ലെങ്കിൽ ഈ 12-ാം തീയതിക്കൊക്കെയാണ്. ഇത് ഇന്നല്ലേ 7-ാം തീയതി, അല്ല ഇന്ന് 8-ാം തീയതി അല്ലേ. ഇന്നലേക്കൊക്കെയാണ് ശരിക്ക് ഓൽക്ക് ഈ വീഡിയോ വേണ്ടത്. അല്ല, ഓൽക്ക് വിവരം കിട്ടിയത് ഇന്നലെയാണ്. ഇനിയപ്പോൾ ഇത് 12-ാം തീയതി കാണിച്ചു കൊടുത്താൽ മതി എന്നാക്കിക്കണം. കാരണം ജോലി സാധാരണത്തെ മാതിരി പറഞ്ഞാണ്. സാധാരണ 6-ാം തീയതി വിവരം കിട്ടിയാൽ മതി. 7-ാം തീയതി അമ്മമാരൊക്കെ കൂടി സ്കൂളിൽ പോയിട്ട് എല്ലാവരും ചെയ്യൂലല്ലോ, ചെയ്യണവര് അങ്ങനെ കാട്ടി കൊടുക്കലാണ്. അന്ന് ഞാനിങ്ങനെ എനിക്ക് കുറവാണ് പിന്നോട് പറഞ്ഞു. അല്ല, അങ്ങനെ എനിക്ക് കുറവാണ് ഇങ്ങനെ വന്നുണ്ടാക്കാം. പിന്നോട് നിങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് വന്നാൽ മതി, കാണിച്ചു കൊടുക്കും വേണം. ഞാൻ ചെറുപ്പ് പറഞ്ഞു ഇവിടെ പരിപാടിക്കല്ലേ കുഴപ്പമില്ല വെക്കുവാണ്. അങ്ങനത്തെ ഒരു സ്റ്റേജൊന്നും ഉണ്ടാവില്ല. കാരണം അവിടെ ആൾക്കാരുണ്ടാവും, പോലെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അതിന് ആളുണ്ട് അവിടെ. അല്ലാതെ ഇപ്പോൾ ഒരുപാട് ഉമ്മമാരില്ല. ഫസ്റ്റും സെക്കൻഡൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലല്ലോ. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതുണ്ടാക്കിയത് വീഡിയോ, പിന്നെ ഇതിൻ്റെ ഫോട്ടോ, അതിൻ്റെ അതേപോലെ തന്നെ ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോ. അപ്പോൾ ഇന്നലെ ടീച്ചർ പ്രത്യേകിച്ച് പിന്നെ വിളിച്ച് പറഞ്ഞേ. അപ്പോൾ പഞ്ചസാര യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ഇതൊന്നും കൂടി കഴിക്കണം. കോൺഫ്ലവർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിച്ചാൽ പാടില്ല. ഏലക്കായ് പൊടി വെച്ചപ്പോൾ ഏലക്കായ് കുഴപ്പമില്ല, നാച്ചുറലായിട്ടുള്ളത് വേണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചതാണ് ഇങ്ങനെ ചേമ്പിൻ്റെ തണ്ടോണ്ട് ഉപ്പേരി, അതല്ലേ ഏറ്റവും ബെസ്റ്റ്. അങ്ങനത്തെ സാധനങ്ങൾ പഴയ തലമുറ നിലനിർത്താനുള്ള അങ്ങനത്തെ സാധനങ്ങളാണ് വേണ്ടത്. ഇതിപ്പോൾ ഈ സാധനങ്ങളൊക്കെ 2 വിധത്തിലേക്ക് ഉണ്ടാക്കാനുള്ളതാണ്. ഒന്നായിട്ടാണ്ട് അല്ല, ഒന്നിൻ്റെ ഈ ഇല ഒഴിവാക്കണ്ട.
ഇപ്പോൾ കൂട്ടുകറിക്കുള്ള വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. ഇത് വലിയ ചേമ്പിൻ്റെ തണ്ടാണ്. ഇത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ആദ്യം നമുക്ക് അടിയിൽ ചേമ്പിൻ്റെ തണ്ടിട്ട് കൊടുക്കണം, എപ്പോഴും നല്ലത്. അപ്പോൾ അടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ ചേമ്പിൻ്റെ തണ്ട് അടിയിലിട്ട് കൊടുക്കണേ. ഇനി ചെറിയ ചേമ്പിൻ്റെ തണ്ടിട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ ഇലയാണ്, അപ്പോൾ അത് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ആ ഇലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേമ്പിൻ്റെ തണ്ടില്ല എന്നുണ്ടെങ്കിൽ താളായാലും മതി. ഇനി ഒരു പച്ചക്കായാണ്, നല്ലവണ്ണം കഴുകി മഞ്ഞളൊക്കെ ഇട്ട് കഴുകി എടുത്തതാണ്. നേന്ത്രക്കായാണ് ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഏത് കായാണ് നിങ്ങൾ എടുത്തുള്ളത് വെച്ചാൽ അതിട്ട് കൊടുക്കാം. പിന്നെ ഇത് ചേമ്പാണ്, അതൊന്ന് കഷ്ണാക്കി മുറിച്ചിട്ട് കൊടുക്കുക. അതൊക്കെ ഞാൻ കഴുകി ക്ലിയറാക്കി വെച്ചതാണ് കേട്ടോ. കഷ്ണമൊക്കെ മുറിക്കാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കർമ്മത്തിയാണ്. കർമ്മത്തിൻ്റെ ഒന്ന് ഫുള്ളൊന്നും ഇട്ട് കൊടുക്കണില്ല, കൂടുതൽ ആവശ്യമില്ല, കുറച്ചാളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കൊടുക്കണുള്ളൂ. അതും ഇതേപോലെ കഷ്ണം മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ലാസ്റ്റാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഒരു കർമ്മത്തിൻ്റെ ഹാഫാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇതിലേക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. നാല് പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞളും ഉപ്പും ഇട്ടുകൊണ്ട് ഇതൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിത് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇത് കറണ്ട് അടുപ്പുമ്മലാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിന് നല്ലവണ്ണം വേവിച്ച് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് മൂടി വെക്കുകയാണ്. മഞ്ഞൾ ഇപ്പം ഇട്ട് കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുക. പേര് നല്ല വന്നിട്ടുണ്ട്. ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നല്ല 2 വിസിൽ വരട്ടെ, അതുവരേക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് 2 വിസിലടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു വിസിലടിച്ച് അതിനുശേഷം തീ നല്ലവണ്ണം ചുരുക്കി വെച്ചതിന് ശേഷം ആണ് ഞാൻ ഒന്നും കൂടി വിസിലടുപ്പിച്ചെടുത്തത്. നിങ്ങൾക്ക് 2 or 3 വിസിൽ നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് അടുപ്പിച്ച് കൊടുക്കുക. നമുക്കിത് ഓഫ് ചെയ്യാം. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 4 പച്ചമുളക്. ഇപ്പോൾ 2 പച്ചമുളക് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ചെറിയ ഉള്ളി. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അതിന് ശേഷം താളിക്കാനുള്ളതാണ് കടുക്, കരിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക്. വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ പിന്നെ അവിടെ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വിസിൽ ഇപ്പോഴാട്ടെടുത്ത്. അപ്പോൾ ഇന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലവണ്ണം ക്ലിയറായിട്ട് വെന്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങൻ്റെ ഇലയും മത്തൻ്റെ ഇലയും ഇട്ട് കൊടുക്കണം. മത്തൻ്റെ ഇല നിങ്ങൾക്ക് ആദ്യം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഇതിൽ ഉപ്പിട്ട് കൊടുത്തേക്കണം. അപ്പോൾ ഉപ്പുണ്ടാന്ന് നോക്കണം കേട്ടോ. ഇനി അരപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കറണ്ട് അടുപ്പ് ഓണാക്കി കൊടുക്കുകയാണ്. കടുകിട്ട് കൊടുക്കാം. പൊട്ടിത്തെറിക്കണീനിട്ടാണ് ഞാൻ ഈ പേപ്പർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് കൊണ്ട് മൂടിക്കൂടെ എന്ന് വിചാരിക്കണ്ട. അങ്ങനെ വീണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ വിയർപ്പ് വരും. അപ്പോൾ നമ്മളത് തുറക്കണ സമയത്ത് കംപ്ലീറ്റും നമ്മൾ എണ്ണയിലേക്ക് വെള്ളമായിട്ട് ഒന്നാകെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും ഇട്ട് കൊടുത്ത് ഇപ്പോൾ ഇതന്നെ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വാലവടിക്ക് ഉണ്ടാക്കുന്നതിൽ പറഞ്ഞതാണ് നമ്മൾ പിന്നെ യൂട്യൂബിൽ കൊടുക്കണ മാതിരി പറ്റൂല. അതിനുള്ള റെസിപ്പി എഴുതിയിട്ട് അത് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കണം. പച്ചക്കായ, ചേമ്പ് തണ്ട് 6, ചെറിയ ചേമ്പിൻ്റെ തണ്ട് 4 എണ്ണം, വലിയ ചേമ്പിൻ്റെ തണ്ട് 1, കറുമത്തി 1, പച്ചമുളക് 2 എണ്ണം കൂടി, അതായത് 1 മുതൽ 6 വരെ ഇവ ചേർത്ത് നന്നായി വേവിക്കുക. പച്ചമുളക് 2 എണ്ണം കൂടി ഇട്ട് കൊടുക്കാം. അത് ഈ എഴുതിയ പച്ചമുളക് തന്നെയാണ് ഇട്ടത്, 6 എണ്ണം ഉള്ളിലുള്ള. പിന്നെ മത്തൻ്റെ ഇല 4 എണ്ണം, മുരിങ്ങ ഇല 3 പിടി, തേങ്ങ 1/2 മുറി, ചെറിയ ജീരകം 1/4 ടീസ്പൂണ്, ചെറിയ ഉള്ളി 4 എണ്ണം, വെളുത്തുള്ളി 6 എണ്ണം, മഞ്ഞൾ 1/2 ടീസ്പൂണ്. അതായത് 9 മുതൽ 12 വരെയുള്ളത് ചതച്ചെടുക്കുക.
ശേഷം 1 മുതൽ 13 വരെയുള്ളത് നന്നായി മിക്സ് ചെയ്ത് ഇലകൾ വേവുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം താളിച്ചെടുക്കാം. വെളിച്ചെണ്ണ, കടുക്, കരിവേപ്പിൻ്റെ ഇല, ഉണക്കമുളക് ഇതൊക്കെ ഇങ്ങക്കനുസരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.